ഓരോ സ്ഥലത്തു നിന്നും ഈ മുല്ലപ്പൂ ഇവിടെ കൊണ്ടുവന്ന് വണ്ടിക്ക് കയറ്റുന്നതാണ്. മുല്ലമുട്ട് ഉണ്ടോ ഇവിടെ? എങ്കിൽ എന്നാ വിലയാണ്? എങ്കിൽ 300 രൂപ. ആ മൂറിൽ 1400 രൂപ. കേരളയിൽ 1400 രൂപയാണ്. ഇത് എങ്കിൽ എന്താ ഊർക്ക് കയറിപ്പോ? ബാംഗ്ലൂർക്ക്. കേരളക്ക് കയറാതെങ്കിൽ എന്ന് ഫുള്ള് ബാംഗ്ലൂരിൽ. അங்கே എന്നാ വില വരും? ബാംഗ്ലൂരിൽ 400-500. കേരളയിൽ 1400 രൂപ. മല്ലി വരുന്നത് ജാസ്തി വരുന്നത് വേണ്ടോ? ഓരോ വീട്ടുകാരും അവരുടെ പുരയിടത്തിലുള്ളത് പറിച്ചുകൊണ്ട് ഇവിടെ വരിക. ഇവിടുന്ന് നേരെ ഇത് ബാംഗ്ലൂരിനാണ് പോകുന്നത്. നമ്മുടെ അങ്ങോട്ട് വരത്തില്ല, കേരളത്തിൽ വരത്തില്ല. കേരളത്തിൽ വരുന്നത് തമിഴ്നാട് ഇവിടെ നിന്നാണ്, ചെങ്കോട്ട ആ ഭാഗത്തു നിന്നൊക്കെയാണ് മുല്ലപ്പൂ വരുന്നത്. ഇതിപ്പോൾ നേരെ ബാംഗ്ലൂർ പോവുക. ബാംഗ്ലൂർ പറഞ്ഞ കേട്ടില്ലേ, 500 രൂപ 600 രൂപ ഏറ്റവും കൂടുതൽ. നമ്മുടെ അവിടെ ചെങ്കോട്ട എന്ന് പറയുമ്പം നമ്മുടെ അവിടെ 130 കിലോമീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ. അത്രയും ദൂരത്തുനിന്ന് നമ്മുടെ അവിടെ വരുമ്പോൾ ചില്ലറ വില കേട്ടോ, ചില്ലറ വില 1400 രൂപ. അവർ കൊണ്ടുവന്ന് എന്നാ വിലയ്ക്കാണ് നമ്മുടെ അവിടെ കടകളിൽ കൊടുക്കുന്നത് എനിക്കറിയില്ല. എന്നാലും ഇവിടെ കംപ്ലീറ്റും ഈ മുല്ലപ്പൂവിൻ്റെ പരിപാടിയാണ്. ഈ നമ്മുടെ അവിടെ ആ ജമന്തിയോ അങ്ങനാണ്ടൊരു സാധനം കേരള സർക്കാർ ചെയ്തപ്പം ഈ മുല്ല ചെയ്താൽ മതി, മുല്ല ചെയ്ത് കഴിഞ്ഞാൽ കാശാണ്. പക്ഷേ എപ്പോഴും വെള്ളമൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ പൈപ്പൊക്കെ ഇട്ട് വെള്ളം ഇതിന് മസ്റ്റ് സംഭവമാണ്. അല്ലാതെ മുല്ല ചെടി വെച്ചിട്ടൊന്നും കാര്യമില്ല, കുറ്റിച്ചെടി വെക്കണം. മുല്ലച്ചെടി വെച്ചിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരുന്നാൽ മുല്ലപ്പൂ ഉണ്ടാകത്തൊന്നുമില്ല. ഒരു മല്ലിപ്പൂ എന്ന് പറയും, നമ്മൾ മുല്ലപ്പൂ അറിയാം സംഭവമാണ്. ഉണ്ടോ എത്ര വണ്ടി മുല്ലപ്പൂവാണ് കയറി പോകുന്നത് നോക്കി. ഇത് മൊത്തം പോകുന്നത് ബാംഗ്ലൂരിനാണ്. ഇങ്ങനെ വണ്ടി ഇവിടെ വന്ന് ഓരോ സ്ഥലത്തു നിന്ന് കയറ്റി ഇവിടെ കൊണ്ടുവരിക. ചെറിയ കർഷകർ അവർ ഇവിടെ കൊണ്ടുവരും. അവരുടെ വണ്ടിക്ക് കണ്ടോ ഓടി വരുന്നതുണ്ടോ, മുല്ലപ്പൂവായിട്ട് വരുന്നതുണ്ടോ. ഇതാണ് ഇവിടുത്തെ പരിപാടി. 300 രൂപയ്ക്ക് 1 കിലോ വെച്ചെടുത്താൽ കണ്ടോ, ചെറിയ ബൈക്കിനൊക്കെ വരുന്നതുണ്ടോ. ഇങ്ങനെ വന്നിട്ട് ഇത് ഫുൾ ടൈറ്റ് ഒറ്റ ലോഡാകുമ്പോൾ ഇവിടുന്ന് വിടും. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ എത്ര ലോഡ് പോയെന്നറിയോ. ഇതിനു മാത്രം മുല്ലപ്പൂ ബാംഗ്ലൂരുകാർ. എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ കോവിൽ അമ്പലങ്ങൾ കൂടുതലായതുകൊണ്ട് ഈ അങ്ങോട്ടൊക്കെ കിടക്കും. പിന്നെ ഈ ഇവിടെയുള്ള ആൾക്കാർ കംപ്ലീറ്റ് ഈ കർണാടകക്കാർ അവരെന്നും രാവിലെ മുല്ലപ്പൂ വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ട്. നമ്മുടെ അവിടെ കേരളത്തിൽ അങ്ങനെയുള്ള സംസ്കാരമൊന്നും ഇല്ലല്ലോ, പൂ വെക്കണമെന്നൊന്നുമില്ല. കണ്ടോ ഓരോ ലോഡ് ഫുൾ ടൈറ്റ് ആകുമ്പോൾ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഒരു വലിയ മാർക്കറ്റാണ്, മുല്ലപ്പൂവിൻ്റെ വലിയൊരു മാർക്കറ്റാണ്. കണ്ടോ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ 1 കിലോ റബ്ബറിന് എന്ത് വിലയുണ്ട്? രാവിലെ വെളുപ്പാങ്കാലത്തെ പോയി റബ്ബർ വെട്ടി കൊണ്ടുവന്നാൽ എന്നാ കിട്ടും? അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ. ഇത് നമ്മുടെ ഇവിടെ റബ്ബറിന് 300 രൂപ ഉണ്ടോ 1 കിലോയ്ക്ക്? ഇവർ രാവിലെ എണ്ണീറ്റ് പറിച്ച് കൊണ്ടിരുന്നതാണ്. കണ്ടോ ഒരു വണ്ടി പോയി, ഇപ്പോൾ അടുത്ത വണ്ടിയിലേക്കുള്ളത് അവർ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ എത്ര ലോഡാണ് ഇവിടുന്ന് പോകുന്നതെന്നറിയോ. ഇത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് കേട്ടോ, മുല്ലപ്പൂ കൃഷി. ഇപ്പോൾ വണ്ടി പോയി, ഇനിയിപ്പോൾ ഇവർക്കിനിപ്പോൾ എന്നാ ചെയ്യാനാണെന്നുകൊണ്ട് ഇവർ നിൽക്കുക. ഒരു വണ്ടി പോയി, ഇനിയിപ്പോൾ ആ വണ്ടിയെ കൊണ്ട് കൊടുക്കാവോ എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. വലിച്ചു വിട്ടുപോയാൽ ആ വണ്ടിക്ക് കൊടുക്കുക. ആ വണ്ടി ലാസ്റ്റ് വണ്ടിയായിരുന്നു കണ്ടോ. ആ വണ്ടിക്ക് ഇനിയിപ്പോൾ ഫോൺ ചെയ്ത് അവിടെ നിർത്തിയിട്ട് കൊണ്ട് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇവരിവിടെ നിന്ന് റോഡ് സൈഡിൽ നിന്ന് കുറേശ്ശെ ചില്ലറ വിൽക്കേണ്ടതായിട്ട് വരും. ഞങ്ങൾക്ക് വണ്ടിക്കാർക്ക് ഇവിടെ ഇവർ റോഡ് സൈഡിൽ ഇങ്ങനെ നിന്നിട്ട് 50 രൂപ കവറിൻ്റെ അകത്താക്കി ഞങ്ങൾക്ക് തരാറുണ്ട്. ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഈ പരിപാടിയാണ്. രാവിലെയാണ് ബാംഗ്ലൂരിനുള്ള ലോഡ് കയറിപ്പോകുന്നത്.